ഓരോരുത്തരെയും ഹാർദവമായി സ്വാഗതം ചെയ്തു. പിന്നെ നമ്മുടെ കുഞ്ഞു കുട്ടികൾ അവരെയാണ് ഈ പ്രോഗ്രാമിന്റെ ഏറ്റവും വലിയ വിജയശില്പികൾ എന്ന് പറയുന്നത്. അവരെയും ഹാർദവമായി സ്വാഗതം ചെയ്തു. കിനാവ് പൂർത്തിയാവും എന്നുള്ള നിലയിലാണ് എന്റെ ഒരു കാഴ്ചപ്പാട്. പിന്നെ കാണുന്നത് അവിടെ മറ്റു പ്രവർത്തനങ്ങൾ പെയിന്റിംഗ് ഉൾപ്പെടെ കർട്ടനിങ്ങിന് ഉൾപ്പെടെ താഴത്തെ മാറ്റിന്റെ പരിപാടികൾ അത് കുട്ടികൾക്കായി സമർപ്പിക്കുന്ന ഈ വേള തീർച്ചയായിട്ടും ചരിത്ര ദിനമായി പുത്തൻതോട് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിന്റെ ചരിത്രത്തിൽ മാറും എന്നതിൽ യാതൊരു സംശയവുമില്ല. പുത്തൻതോടിനെ ആകെ പ്രകാശം പരത്തിയ പ്രിയപ്പെട്ട അധ്യാപകന് കൃത്യമായുള്ള അഭിനന്ദനങ്ങൾ, നന്ദിയും ഞാൻ നേരിടും. ആണെങ്കിൽ അവരുടെ ഒരു ആവശ്യത്തിന് എങ്ങനെ പൂർത്തീകരിക്കാന്നുള്ളതാണ്. അതിന് ഇത്തിരി ശ്രമം വേണ്ടി വന്നു, സമയവും വേണ്ടി വന്നു. 1940-കളിൽ ഈ സ്കൂളിന്റെ ശൈശവകാലം ഇവിടെ അല്ലായിരുന്നു. അത് പുത്തൻതോട് ബീച്ചിനടുത്തുള്ളൊരു സ്ഥലത്തായിരുന്നു സ്കൂൾ ആദ്യം ആരംഭിച്ചിരുന്നത്. മോള് തൊട്ട് പഠിച്ചതാണ്. മോള് +1 പഠിച്ചു അല്ലേ? അപ്പൊ നമുക്ക് എല്ലാവർക്കും അത് സാധിച്ചു കിട്ടി. ആ ലാബുള്ള സമയത്തും സാറ് വന്ന സമയമായിരുന്നു. ആ ലാബും റിനോവേറ്റ് ചെയ്തത് അങ്ങനെ തന്നെയല്ലേ സാറേ?